പഴയങ്ങാടി രാമപുരത്ത് കിണറുകൾ മലിനമാകുന്നുവെന്ന പരാതിയെ തുടർന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാരുടെയും ഡെപ്യൂട്ടി ഡിഎംഒയുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. കിണറുകളിലെ വെള്ളത്തിന്റെ pH മൂല്യം പരിശോധിച്ച് സാമ്പിളുകൾ ശേഖരിച്ച് രാസപരിശോധനയ്ക്ക് അയച്ചു. ഫലം വരുന്നതുവരെ കിണറുകളിലെ വെള്ളം ഉപയോഗിക്കേണ്ടെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാമപുരം കൊത്തിക്കുഴച്ചപാറയിലെ വീടുകളിലെ കിണർവെള്ളം മലിനമാകുന്നുവെന്ന പരാതിയാണ് ഉയർന്നത്. കഴിഞ്ഞ ദിവസം സമീപത്ത് ടാങ്കർ ലോറിയിൽ നിന്നും ഹൈഡ്രോക്ലോറിക് ചോർന്നതാണ് കിണറുകളിലെ നിറംമാറ്റത്തിനും രുചിവ്യത്യാസത്തിനും കാരണമെന്നാണ് വീട്ടുകാർ ആരോപിക്കുന്നത്. ഇതിനെ തുടർന്നാണ് കലക്ടറുടെ നിർദ്ദേശപ്രകാരം പയ്യന്നൂർ താലൂക്ക് തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചത്. ആരോഗ്യവകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ, വാട്ടർ അതോറിറ്റി, ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ്, ഭൂഗർഭജല വകുപ്പ് ഉദ്യോഗസ്ഥരും ചെറുതാഴം പഞ്ചായത്ത് അധികൃതരുമാണ് സ്ഥലത്തെത്തിയത്. വീടുകളിലെയും കടകളിലെയും മറ്റും കിണറിലെ വെള്ളത്തിന്റെ pH മൂല്യം പരിശോധിക്കുകയും സാമ്പിളുകൾ ശേഖരിച്ച് രാസപരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. പരിശോധനാ ഫലം വരുന്നതുവരെ കിണറുകളിലെ വെള്ളം ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് തഹസിൽദാർ ടി മനോഹരൻ, ഡെപ്യൂട്ടി ഡിഎംഒ ഡോക്ടർ KC സച്ചിൻ എന്നിവർ പറഞ്ഞു. ലീക്കേജുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണമാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ പരിശോധന നടത്തി വരുന്നത്. പരിശോധന നടത്തിയപ്പോൾ ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ pH അളക്കുക എന്നുള്ളതാണ്. നടത്തിയ ടെസ്റ്റുകളിൽ pH മൂല്യം അല്പം കുറവായിട്ട്, അതായത് അസിഡിക് pHലേക്ക് എത്തിയിട്ടുള്ളതായിട്ട് കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കെമിക്കൽ അനാലിസിസിനായിട്ട് സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. അതിൻ്റെ സാമ്പിളുടെ ഫലം വരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഈ pH മൂല്യം കുറഞ്ഞ ജലം കുടിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അതിന് പകരമായിട്ടുള്ള വാട്ടർ അതോറിറ്റിയുടെ, അതായത് ജപ്പാൻ കുടിവെള്ള കണക്ഷൻ നിലവിൽ അവിടെയുണ്ട്. അതിനകത്ത് പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അത് താൽക്കാലികമായിട്ട് ഉപയോഗിക്കാമെന്നതാണ്. മറ്റു രീതിയിൽ കൂടുതൽ മാർഗ്ഗങ്ങൾ, ഇത് വെള്ളത്തിൽ ഇതിനകത്ത് ഡൈല്യൂട്ടായിട്ട് പോകേണ്ടതാണ്. മറ്റു രീതിയിൽ ഇപ്പോൾ കൂടുതൽ കെമിക്കൽ അനാലിസിസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഒരാഴ്ചക്കുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കും. എങ്കിൽ മാത്രമേ കിണറിലെ വെള്ളം മലിനമാകാനുള്ള കാരണം വ്യക്തമാവുകയുള്ളൂ. വാട്ടർ അതോറിറ്റി AE നിതിൻ, ഹൈഡ്രോ ജിയോളജിസ്റ്റ് പ്രവീൺ കുമാർ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വിനി, ചെറുതാഴം ഹെൽത്ത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K മനേഷ്, ചെറുതാഴം പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP അംബുജാക്ഷൻ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.